നമസ്കാരം. നാടിന്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവാസി. നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് 1-2 ദിവസം നമുക്ക് വാർത്ത ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നും ആ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ച 14ാമത്തെ ചിത്രത്തിന്റെ റിലീസും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇന്ന് കൊടുക്കുന്നത്. നാളെ മുതൽ നമുക്ക് പഴയതുപോലെ തന്നെ മുടങ്ങാതെ വാർത്തകൾ ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. നാളെ ജനുവരി 27 വേൾഡ് ബ്രസ്റ്റ് പമ്പിംഗ് ഡേ, വിശ്വ മുലപ്പാൽ കരുതൽ ദിനം എന്ന് ഞങ്ങളതിനെ പരിഭാഷപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ഓർമ്മ ദിനം, ആധുനിക സർക്കസിന്റെ പിതാവ് ഫിലിപ്പ് ആസ്റ്റലെ ചരമദിനം, പ്രമുഖ മദ്ദള വിദ്വാൻ കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ ചരമദിനം. ജനുവരി 27 നാഷണൽ ജിയോഗ്രഫിക് ഡേ അഥവാ ദേശീയ ഭൗമശാസ്ത്ര ദിനം. എല്ലാ വർഷവും ജനുവരി 27 നാഷണൽ ജിയോഗ്രഫിക് ദിനമായി ആചരിക്കുന്നു. നാം വസിക്കുന്ന ഈ ഭൂമി, അതിലെ സർവ്വചരാചരങ്ങളും ഭൂമിയുടെ പ്രതിഭാസങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പരിസ്ഥിതിയാണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒരു നാഷണൽ ജിയോഗ്രഫിക് മാഗസിനിൽ വിശകലനം ചെയ്യുകയും വിശദമാക്കുകയും ചെയ്യുന്നു. ഏകദേശം 130 വർഷമായി ലോകമെമ്പാടും നാഷണൽ ജിയോഗ്രഫിക് ദിനം ആഘോഷിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അവിടെ താമസിക്കുന്ന ആളുകൾ, അവരുടെ സംസ്കാരം എന്നിവയും ചർച്ച ചെയ്യുന്ന ദിനമാണിത്. ദേശീയ ഭൂമിശാസ്ത്ര ദിനത്തിന്റെ ചരിത്രത്തിലേക്ക്. നാഷണൽ ജിയോഗ്രഫിക് ദിനം ആചരിച്ച വർഷം കൃത്യമായി അറിയില്ല. അത്തരമൊരു ദിനം സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിയായ സ്ഥാപകനെയോ സംഘടനയോ അജ്ഞാതനാണ്. എന്നിരുന്നാലും നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റി 1888 പ്രസിദ്ധീകരിച്ച നാഷണൽ ജിയോഗ്രഫിക് മാഗസീനുകളുടെ ആദ്യ ലക്കത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനമാണെന്ന് നമുക്ക് കരുതാം. അതിനുശേഷം നാഷണൽ ജിയോഗ്രഫിക് മാഗസീനുകൾ എല്ലാ മാസവും ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്നു. അതിനുശേഷം പതിവായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ അച്ചടി പ്രസിദ്ധീകരണമായാണ് മാഗസിൻ പുറത്തിറങ്ങിയത്. താമസിക്കാതെ ജനപ്രീതി നേടുന്നതിനൊപ്പം ചിത്രങ്ങളും ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തി. നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ സമീപ വർഷങ്ങളിൽ വനനശീകരണം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭൗമശാസ്ത്ര ദിനം ആചരിക്കുന്ന സർക്കാരുകളും വകുപ്പുകളും തന്നെ പ്രകൃതിയെ, ഭൂമിയെ ഇല്ലാതാക്കാനുള്ള സംഘടിത ശ്രമം നടത്തുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഭൗമശാസ്ത്ര ദിനാചരണം ലോകത്താകെയുള്ള ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരു വെറും ആചാര ദിനം മാത്രമാണ്. നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഇവിടെ പുലരണമെങ്കിൽ നാം നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ മനസ്സ് വെക്കുക തന്നെ വേണം. ജനുവരി 27 വേൾഡ് ബ്രസ്റ്റ് പമ്പിംഗ് ഡേ, വിശ്വ മുലപ്പാൽ കരുതൽ ദിനമെന്ന് ഞങ്ങൾ അതിനെ പരിഭാഷപ്പെടുത്തുന്നു. മുലയൂട്ടലിലൂടെ ലഭിക്കുന്ന മാതൃത്വ ബന്ധവും പോഷണവും വീണ്ടെടുക്കാൻ ലോകത്ത് സ്ത്രീകൾക്കിടയിൽ ശക്തമായ ഒരു പ്രസ്ഥാനമുണ്ട്. വളരുന്ന നവജാത ശിശുവിന് ലഭ്യമായ ഏറ്റവും മികച്ച ആഹാരമാണ് മുലപ്പാൽ. നിവർത്തിയില്ലാതെ കുഞ്ഞോമനയെ വീട്ടിലാക്കി ജോലിക്ക് പോകുന്ന വിദേശ രാജ്യങ്ങളിലെ അമ്മമാർ തന്റെ ഓമന പൈതലിന് കൊടുക്കാനായി തൊഴിലിടങ്ങളിൽ കിട്ടുന്ന ഇടവേളകളിൽ മുലപ്പാൽ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ കുഞ്ഞോമനയ്ക്ക് നൽകുന്നതിന്റെ മഹത്വമാർന്ന ഓർമ്മ ദിനമാണിന്ന്. സൗന്ദര്യം പോകുമെന്ന അന്ധവിശ്വാസത്തിൽ ഉറച്ച് മുലയൂട്ടാത്ത എത്രയോ അമ്മമാർ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. തിരക്കേറിയ ജീവിതശൈലിയും വളരുന്ന കുഞ്ഞിന് വരുത്തുന്ന മാതൃത്വ ബന്ധത്തിന് വില കൽപ്പിക്കുന്ന അമ്മമാർ ലോക ബ്രസ്റ്റ് പമ്പിംഗ് ദിനത്തിലെ ചാമ്പ്യന്മാരാണ്. ലോക ബ്രസ്റ്റ് പമ്പിംഗ് ദിനത്തിന്റെ ചരിത്രത്തിലേക്ക്. 2017 പമ്പ് ഈസ് പമ്പിംഗ് ബ്രാ കൊണ്ടുവന്ന കമ്പനിയായ സ്നുഗബെൽ ലോകത്തിലെ സ്ഥലങ്ങൾ പമ്പ് ചെയ്യുന്ന സ്ത്രീകൾക്ക് മുലയൂട്ടുന്നതിലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിയുടെ വരദാനമായ മുലപ്പാൽ നൽകുന്നതിലും തങ്ങളുടെ സമർപ്പണം ആഘോഷിക്കാൻ ഒരു ദിവസം ആവശ്യമാണെന്ന് തീരുമാനിച്ചു. ലോക ബ്രസ്റ്റ് പമ്പിംഗ് ദിനം ഓരോ അണുവിലും സ്നേഹത്തെ ആദരിക്കുന്ന ദിവസമാണ്. ഇന്ന് സ്നുഗബെൽ സ്ഥാപിച്ച പയനിയറിംഗ് വനിതാ വെൻഡി ആംബ്രസ്റ്റർ ബെൽ പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വർദ്ധിച്ച പോഷകവും പ്രതിരോധശേഷിയും ഉറപ്പാക്കുമ്പോൾ അമ്മമാർ അവരുടെ തൊഴിൽ തുടരാനുള്ള കഴിവും നിലനിർത്തിക്കൊണ്ട് സ്വയം ശാക്തീകരിക്കാൻ മുലയൂട്ടൽ സഹായിക്കുന്നു. ലോക ബ്രസ്റ്റ് പമ്പിംഗ് ദിനം ആഘോഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ അടുത്തുള്ള മുലയൂട്ടുന്ന അമ്മയെ പിന്തുണയ്ക്കുക എന്നതാണ്. ആരോഗ്യത്തോടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലയൂട്ടുന്നത് നല്ലതാണെന്ന അവബോധം വളർത്തുകയാണ്. മുലപ്പാൽ കൊടുക്കാൻ ജോലി ചെയ്യുന്നവരെ പിന്തുണയ്ക്കുക.
തൊഴിലിടങ്ങളിൽ അവർക്കായി പകൽ സമയത്ത് പമ്പ് ചെയ്യാൻ സ്ഥലവും സമയവും നീക്കിവെക്കുക. അവർക്ക് ആവശ്യമായ അധിക ഇടവേളകൾ നൽകുക. ജോലി സമയത്ത് പമ്പ് ചെയ്ത പാൽ സംഭരിക്കുന്നതിന് ഒരു പ്രത്യേക റെഫ്രിജറേറ്റർ അവർക്ക് നൽകുക. ഈ നടപടികളെല്ലാം തിരക്കുള്ള ഒരു അമ്മയെ ശിശുക്കൾക്ക് ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം നൽകിക്കൊണ്ട് തന്റെ കുട്ടികളെ ആരോഗ്യത്തോടെ വളർത്താൻ സഹായിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരട്ടെ. ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. ലൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ച ഗർഭപാത്രം ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. ഇളമ്പള്ളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എമ്പുരാൻ, മാൻഹോൾ, സ്റ്റാൻഡപ്പ് എന്നീ സിനിമകളിലെ സഹസംവിധായകൻ LT മറാഠ് മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം C ബാലുവിൻ മുഖ്യപ്രഭാഷണം നടത്തി. കവികളായ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ശശിധരൻ കുണ്ടറ, വേണുഗോപാലപിള്ള, കുണ്ട്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ഓമനക്കുട്ടൻപിള്ള, I തോമസ് എന്നിവർ സംസാരിച്ചു. R തുളസി സ്വാഗതവും LT ധർമ്മ നന്ദിയും പറഞ്ഞു. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച LT ധർമ്മ തന്നെയാണ് സിനിമയുടെ കഥ, തിരക്കഥ, എഡിറ്റിംഗ്, സംവിധാനം, മ്യൂസിക് എന്നിവ നിർവഹിച്ചിട്ടുള്ളത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയെ നിങ്ങളെല്ലാം കണ്ടതാണ്. തീർച്ചയായും എല്ലാ സിനിമകളും പ്രൊഡക്ഷൻസിൻ്റെ ധർമ്മ സംവിധാനം ചെയ്ത് എല്ലാ സിനിമകൾക്കും ഓരോ സന്ദേശം ചെറിയ സമയത്തിനുള്ളിൽ മനോഹരമായി അത് സമൂഹത്തോട് പറയാനുള്ളതായിരുന്നു. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഓരോ സിനിമകളും വന്നത്. അവസാനത്തെ ഒരു 3-4 സിനിമ മുതലാണ് സംവിധായക അഭിനയിച്ചു തുടങ്ങിയത്. ഇപ്പോൾ വളരെ നന്നായി അഭിനയിക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ റീസെന്റ് വീഡിയോ ഉണ്ടല്ലോ, വനിതാ യുവജന പ്രവർത്തകയായി, അല്ലെങ്കിൽ ഈ കാലത്തിന്റെ രാഷ്ട്രീയത്തെ പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഞാൻ തന്നെ IFFK ആട്ടം എന്ന സിനിമ ആനന്ദ് ജയകൃഷ്ണി സംവിധാനം ചെയ്ത സിനിമ IFFK ആദ്യം കാണുന്ന സമയത്ത് IFFK ഒരു മലയാള സിനിമ എന്ന നിലയിലാണ്. പക്ഷെ ഞാൻ ആ സിനിമ കണ്ട് അന്ന് തന്നെ ഫേസ്ബുക്കിൽ ഈ കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല രാഷ്ട്രീയ സിനിമകളിൽ ഒന്നാണ്, അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടിരുന്നു. പിന്നീട് ആ സിനിമയ്ക്കാണ് ദേശീയ ചലച്ചിത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രത്തിലുള്ള അവാർഡ് കിട്ടി. അത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ അതുവരെ ആരും സമീപിച്ചിട്ടില്ലാത്ത ഒരാംഗിളിൽ നിന്നുകൊണ്ട് സമീപിച്ചു. ഒരു 24 മിനിറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമയുടെ, കുറഞ്ഞ ബഡ്ജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമയുടെ, എന്താണ് സ്ഥിരം പ്രൊഫഷണലായി അഭിനയ രംഗത്ത് നിൽക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് എടുക്കുന്ന ഒരു സിനിമയുടെ ബുദ്ധിമുട്ടുകളെ, ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പെരുമ്പുഴ സാറൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട് സിനിമയിൽ. സാറ് സിനിമയിൽ IFFKയിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് പെരുമ്പുഴ സാർ, ഒരു സ്ഥിരം ഡെലിഗേറ്റായിരുന്നു. അപ്പോൾ ഞാൻ തുളസിയെന്നും എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു പണിയാണ് അഭിനയം. സിനിമയിലും അറിയത്തില്ല, ജീവിതത്തിലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അറിയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന പണിക്ക് പോകാമോ എന്നുള്ളത്.
അപ്പോൾ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സിനിമ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പോയി ഞാൻ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ വളരെ അടുപ്പമുള്ള ഒരു അനിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ പ്രീസ്റ്റ് മുതലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് വരാനുള്ള പ്രയാസങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു രേഖാചിത്രം കാണണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പോയി തിയേറ്ററിൽ പോയി തന്നെ കണ്ടു. വളരെ മനോഹരമായ എല്ലാവരും കാണേണ്ട ഒരു നല്ല സിനിമയാണ് രേഖാചിത്രം. കാർന്നൂർ ഉത്താരങ്ങളും ബീവയും എല്ലാം കൂടെ വന്നൊരു ഒരു സസ്പെൻസ് ത്രില്ലറായി മാറുന്ന നല്ല സിനിമ അനുഭവമാണ്. അപ്പോൾ ഈ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളതും അഭിനയിക്കുന്ന ആളുകളോട് അതുകൊണ്ട് തന്നെ വലിയ അസൂയ ഉള്ള ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അഭിനയിപ്പിച്ച് എനിക്കിപ്പോൾ ഉള്ള ഇതിൽ നിന്നും വലിയ ക്ഷീണം എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് സിനിമയെ ബാധിക്കുന്നതാണ്. ഈ ബാക്കി എല്ലാ കാര്യവും കുറച്ചെല്ലാം ചെയ്യാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. എല്ലാവരും വളരെ നേരത്തെ വന്നതാണ്. ഇങ്ങനെ ഈ വേണൂസ് ഞാൻ ഒരിക്കൽ മുമ്പ് ഒരു തവണയോ 2 തവണയോ പറഞ്ഞതാണ്. എങ്കിലും പ്രസക്തി കൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഈ സദസ്സ് തന്നെ നോക്കുമ്പോൾ അറിയാമല്ലോ ഏതെല്ലാം മേഖലയിലുള്ള ആളുകളാണ് ഈ സിനിമാ കൂട്ടായ്മയിലേക്ക് എല്ലാ മാസവും വരുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് ഈ ധർമ്മ ഒരു സംവിധായക എന്ന നിലയിൽ ചെയ്യുന്ന ഒരു വലിയ സാമൂഹ്യമായ ദൗത്യമായി ഞാൻ കാണുകയാണ്. അപ്പോൾ വേണൂസ് അത്തരത്തിലൊരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി മാറുന്നു. ഞാൻ പറഞ്ഞു ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടായി സിനിമയെക്കുറിച്ച് കൂടുതൽ ഗൗരവമുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്പേസ് ഇവിടെ നിന്നും ഇതിൽ നിന്നും മേലാ ക്രിയേഷൻസ് ഉയർത്തുന്ന ഈ ഇതിൽ നിന്നും പ്രചോദനവും പ്രേരണയും ഉൾക്കൊണ്ട് അങ്ങനെ മാറട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിരിക്കും. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. വലിയ സന്തോഷമുണ്ട്. പരിമിതമായ ഒരുപാട് ഓർമ്മകളുണ്ട്. എല്ലാവരും എല്ലാ മാസവും ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി കൂടുന്നതെന്ന് പറഞ്ഞത് അതിന് അച്ഛനും ശക്തിയും നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞത് അത് സിനിമയാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് എൻ്റെ തുടക്കം എൻ്റെ ഇവിടുന്ന് തന്നെയാണ്, ഈ നാട്ടിൽ തന്നെയാണ്, അച്ഛനിലൂടെയാണ്, എൻ്റെ സുഹൃത്തുക്കളിലൂടെയാണ്. ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതിൽ കൂടുതലും വെളിച്ചമെല്ലാം ഇവിടെ തന്നെയാണ്. ആ വഴി തന്നെയാണ് അച്ഛനും ചക്കയെല്ലാം ഇങ്ങനൊരു കൂട്ടായ്മ കൊണ്ടുവരികയും അതും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ എടുത്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് നിർത്തുകയും അതിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങളും ആശംസകളുമെല്ലാം അച്ഛനും ചക്കയ്ക്ക് നേരുന്നു. എനിക്കധികമൊന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല. എഴുതാൻ സിനിമകൾക്ക് അറിയത്തുള്ളൂ. ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് അകത്തുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ നിർത്തുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇത് നിർത്തരുത്. ഇതിനി തുടർന്നുകൊണ്ടിരിക്കണം. അത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കണം. ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇതിനപ്പുറത്തേക്കും അതെല്ലാം അതിനപ്പുറത്തേക്ക് അത് എത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഗന്ധപാത്രം എന്ന മനോഹരമായിട്ടാണ് വളരെ നിരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആ എക്സ്പ്രഷൻസ്. ഞാനത് ഒരു പ്രൂഫെടുത്തിയാൽ വെച്ചിട്ട് കരച്ചിലൊക്കെ എവിടെ പോയി ഷൂട്ട് ചെയ്യും. ആ ഒരു സിനിമ
അല്ലെങ്കിൽ ഒരു പിന്നെ കല ചിത്രകാരന്റെ യൂണിഫോം ഇതൊക്കെ ഇതൊന്നും ഇരിക്കുക എന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും അത് പിന്നെ പുറത്തേക്ക് പോകുന്നത്. ഇത് വളരെ മനോഹരമായി കഴിഞ്ഞ സിനിമയിൽ തന്നെയാണോ ഇത് ഇതിനേക്കാൾ മനോഹരമായിട്ട് അഭിനയിച്ചത് ഇപ്പോഴത്തെ സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും സൗകര്യ സംഘടനയെ പറ്റിയുള്ള സങ്കല്പങ്ങളും അഭിപ്രായം വ്യത്യസ്തമായി പക്ഷെ ഒന്നാണ് ഈ ഇവിടെ പിന്നെ അന്വേഷിക്കാൻ ഈ സംവിധായക അഭിനേത്രിയായി മാറിയിരിക്കുന്നു. അഭിനയം വളരെ മനോഹരമായിട്ട് ഒരു വശം ഉണ്ട് എന്ന് മാറാട്ടിന്റെ സിനിമയിൽ സംവിധാനം ചെയ്തിട്ട് പുള്ളി അഭിനയിക്കുന്നു. ഏതായാലും ഒന്ന് പറയാം, ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഈ രംഗത്ത് തന്നെ കുറച്ച് മുമ്പോട്ട് പോകട്ടെ. മുമ്പോട്ട് പോക്കിന് ഇവർക്കെല്ലാം പ്രചോദനവും നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ നാടിനും നല്ലതാണ്. നാടിന്റെ ഖ്യാതി ഉയർത്തി ഇരിക്കുന്നതായിട്ട് യാതൊരു സംശയവും. ഒരു വർഷം 12 സിനിമ എന്ന് പറഞ്ഞ് 13 എടുത്തത് ഇപ്പൊ അടുത്ത എഡിഷനായിട്ട്. ഏതായാലും കൂടുതൽ സിനിമകൾ തുറക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ല സിനിമകൾ ഇപ്പൊ എടുത്തെല്ലാം മോശവും നല്ല സിനിമകൾ നാടിന് പ്രദാനം ചെയ്യാൻ കഴിയട്ടെ, ആ രംഗത്ത് വളരട്ടെ എന്നാണ്. ഇപ്പൊ മറാഠിയുടെ നാളുകൾക്ക് ശേഷമാണെന്ന് കാണുന്നു. ആ രംഗത്ത് ഞാൻ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോവുക, അതും നല്ല പ്രയോജനകരമായി മാറട്ടെ. ഇതിലൊരു സംശയം ആദ്യം മുതലേ പിന്നെ എന്നെ പോലുള്ളവർക്ക് സംശയം ഈ കൊച്ചുകുട്ടിയൊക്കെ കൂടുതൽ അറിയാവുന്നതാണ്. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ലാഭം വേണ്ട, പക്ഷേ നടത്തിക്കൊണ്ട് പലരും പല നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടക്കത്തോടുകൂടി അത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സമ്പത്താണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം പത്ര തത്വമൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇത് നടത്തിപ്പോകാനുള്ള സമ്പത്ത് പറഞ്ഞു പരസ്യത്തിൻ്റെ കാര്യം. നമുക്ക് അക്കാര്യത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി പേരുണ്ട്. എല്ലാവരുടെയും കയ്യിൽ പൈസ പോക്കറ്റിനെടുത്ത് കൊടുക്കാനല്ല പറയും. നമുക്ക് പരിചയവും അടുപ്പമുള്ള നിരവധി പേരുണ്ട്. അവരോടൊക്കെ ഒന്ന് ആവശ്യപ്പെട്ടാൽ പറഞ്ഞാൽ 3000-5000 പേർ എന്നൊക്കെ പറയുന്നതിന് വലിയ തുകയൊന്നുമില്ല. പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്യം കൊടുക്കുകയും ചെയ്യും. ആ തരത്തിലേക്ക് ഇടപെടൽ നടത്തി സഹായിച്ചാൽ എനിക്ക് തോന്നിയ സഹായിച്ചാൽ അതും ഒരു പ്രേരണ പ്രചോദനമായി മാറും. ഈ രംഗത്ത് കൂടുതൽ സൃഷ്ടികൾ ഉണ്ടാകാൻ ഇടയാക്കും. ആ തരത്തിലെല്ലാം നമുക്ക് സഹകരിക്കാം. അമ്മയും തുളസിയും ഒക്കെ തന്നെ അവിടെ മുമ്പോട്ട് പോകട്ടെ. ഒരു പേടി അടുത്തൊരു 46-56 പേരെയാണ് അവസാനം ആളെല്ലാം മുമ്പോട്ട് പോകുന്ന സ്ഥിതിയാണ്. എന്തായാലും കൂടുതൽ വരട്ടെ. എന്തായാലും നല്ല ശക്തികൾ ഉണ്ടാകട്ടെ, നാടിന് പ്രയോജനകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനോഹരമാണെന്ന് ഇവിടെ എല്ലാവരും പറയണ്ടായി. കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും വളരെ മെച്ചപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സിനിമയിൽ മനോഹരമായിരുന്നു, അതിലേറെ മെച്ചപ്പെടുന്നതാണ് ഈ സിനിമയെന്ന് ഇത് രണ്ടുപേരെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ അച്ഛനും മകളും മകൻ ഈ സിനിമയുടെ ഭാഗമായിട്ടില്ലെങ്കിലും അദ്ദേഹവും സിനിമാക്കാരൻ തന്നെയാണ്. അപ്പോൾ സിനിമ എല്ലാവരുടെയും മോഹമാണ്, ശരിയാണ്. അപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനൊന്ന് അഭിനയിക്കാൻ എന്താണെന്ന് തോന്നാത്ത മനുഷ്യരുണ്ടാവില്ല. MLA പറഞ്ഞു ഇതിനെക്കൊണ്ട് ഇനി അക്കാര്യം നടക്കില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു മോഹമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവരെല്ലാം വലിയ സെലിബ്രിറ്റികളാകുന്നത്. കാരണം നമുക്കറിയാം സാംസ്കാരിക മേഖല എടുത്താൽ വലിയ പ്രാമാണിക്യമുള്ളത് ഇവർക്കൊക്കെ തന്നെയാണ്. ഒരു സംശയമില്ല. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറുതെങ്കിലും ഒരു സിനിമ ആസ്വാദക സംഘം ഇപ്പൊ രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 12 സിനിമകളിൽ എത്തിയതാണെങ്കിലല്ല, ഇതൊന്ന് അഭിനയിച്ചവർ മാത്രമായാൽ പോലും ഒരു ചെറു സിനിമ ആസ്വാദക കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ആൾക്കാരെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അതിന്റെ മൊത്ത ഭാഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നം കൂടി ഇനി എല്ലാവരും എനിക്ക് വേണ്ടി സാറിന്റെ നേതൃത്വപരമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആ രീതിയിൽ, കാരണം എല്ലാം ഇവിടെ ആവുമല്ലോ. ആ രംഗം അഭിനയമാണോ സംവിധാനമാണോ ഉള്ളത് നമ്മയാണ് തീരുമാനിക്കുന്നത്. രണ്ടും നമുക്ക് പറ്റും. ഇപ്പോൾ മുൻ സിനിമ വിഷയം പറയുന്നു, ഞാൻ കൂടുതൽ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. മുൻ സിനിമ വിഷയം പറയുന്നു,
മുന്നോട്ട് പോകാൻ കഴിയണം. പിന്നെ നിങ്ങൾ വലിയൊരു കാര്യം കൂടി ചെയ്യും, സിനിമ കാണിക്കുക മാത്രം. ഇവിടെ എത്രയോ സിനിമകൾ കൊണ്ടത് കുണ്ട്ര ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിസ്റ്ററി ടാക്കീസ് കുറച്ച് 4 ടാക്കീസ് ഉണ്ട്. പേരുമ്പോഴും ഉണ്ടായി ദേവി ടാക്കീസ്. അതെ തന്നെ, എനിക്ക് ടാക്കീസിന് സിനിമ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവിടെ സംഭവിക്കേണ്ടത് ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു സാമൂഹ്യ കൂട്ടായ്മയാണ്, ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. മറ്റേ ടിക്കറ്റിലേക്ക് ഞാൻ പോകുന്ന ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും കൊടുന്ന് കൂട്ടുകാരോട് സിനിമ കാണുമ്പോൾ കഴിയുന്നത് കപ്പലിൻ്റെ വിളിച്ചിട്ട് പോകും. ഇവിടെ കപ്പലിൻ്റെ വിളിക്കുന്നു. ഇവിടെ നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമാണ്. അതിനൊരു കാരണക്കാരൻ വീണ്ടും സാറോടായിരിക്കും. കാരണം ഈ ഒരു പശ്ചാത്തലം കൂടെ. അപ്പോൾ ഈ സാംസ്കാരിക കൂട്ടായ്മ കൊണ്ട് നിങ്ങൾ വളർത്തിയെടുക്കും. കുറച്ച് അഭിനയിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അഭിനയത്തിൻ്റെ പാഠം പഠിപ്പിച്ച് കുറച്ച് നേരം കലാകാരന്മാരാക്കും. ചിലപ്പോൾ 100 പേർ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തെ കയറിപ്പോയി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആ സിനിമയിൽ അഭിനയിച്ചതാണ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ എഴുത്തുകാരുണ്ടായിരുന്നു, ധർമ്മയ്ക്ക് എഴുതാണ്ട് എനിക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ, ധർമ്മയ്ക്ക് സംവിധാനം ചെയ്യാണ്ട് എനിക്ക് എന്തുകൊണ്ട് സംവിധാനം ചെയ്തുകൂടാന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാം, കലാരംഗത്ത് പുതിയ തലമുറ സൃഷ്ടിക്കാം. അതുപോലെ ധർമ്മ ചെയ്യുന്ന ഈ കഥകളെല്ലാം തന്നെ, സിനിമകളെല്ലാം തന്നെ ഒരു സ്വോദ്ദേശം ഇതാണ്. അടുത്ത കാലത്തെ ഒരു സിനിമയിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു വൃക്ഷയായ മനുഷ്യനെ അല്ലെങ്കിൽ കുട്ടിയെ ഒക്കെ ഈ തടിമുറിക്കുന്ന വാള് വെച്ച് നേരത്തെ കണ്ടിട്ട് അപ്പുറത്ത് മോഹൻലാലിന്റെ ഒരു സിനിമ കുട്ടികളുടെ സിനിമ. അപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്തു. അത് കൊള്ളത്തില്ല ആ സിനിമ. ഇത് സൂപ്പർ എന്നെ വെക്കുന്നുണ്ടോ? എന്റെ മക്കൾ പറഞ്ഞ സിനിമയുടെ പേര് ഞാൻ പരസ്യമായിട്ട് പേര് പറയാറുണ്ട്. അപ്പോ എന്റെ മക്കൾ പറഞ്ഞാണ്, എന്റെ മകൾ പറഞ്ഞതാണ് സൂപ്പർ സിനിമ, മറ്റേ സിനിമയാണ്. അതാണ് മനുഷ്യന് പച്ചയായി മനുഷ്യനെ കൊന്നാൽ പോരാ, മനുഷ്യനെ ഖണ്ഡിച്ചാൽ പോരാ, കുത്തിക്കൊന്നാൽ പോരാ, വെട്ടിക്കൊന്നാൽ പോരാ, അറക്കാവാതെ ചാർത്തിട്ട് അത് നല്ല സ്വഭാവമായി കാണിക്കുമ്പോൾ അതിന് നല്ല സിനിമ എന്ന് പറഞ്ഞ് നമ്മുടെ കാണികൾ കൈയടിക്കുന്നിടത്താണ് ധർമ്മ എന്ന കലാകാരി സ്വദേശപരമായി സമൂഹത്തിന്റെ മനസ്സിനെ തൊട്ടുണ്ടെത്തി അരുതേ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സിനിമയുടെയും അവസാന സിനിമ അരുതയാണ്. ഹരിതയെന്ന ഈ ഹരിത എന്ന് പറഞ്ഞ ആരാണെന്ന് പറയാം? കലാലോകത്ത് വാൽമീകി അല്ലേ? മാനിഷാദ ഹരിതമ്മ. അപ്പോൾ ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് സ്വദേശ സിനിമ ചെയ്യാൻ ഇനി കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുവാൻ, കൂടുതൽ ധർമ്മ അറിയപ്പെടാനൊക്കെ അവസരമാകട്ടെ. ഒരു പക്ഷേ ധർമ്മയും വലിയ സംവിധായകയായാൽ ഈ അടുത്ത ഒരു പരിപാടി കച്ചവട സിനിമയിലേക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും. ആ കച്ചവട സിനിമയിൽ എന്തൊരു സുഹൃത്തുകൂടിയാണെന്നുള്ളത് എനിക്ക് സങ്കടം. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ സിനിമ ഞാൻ കാണുന്നു, ഞാൻ കാണാൻ പറ്റില്ല. കാരണം പകുതി കണ്ടത്തോളം ഞാൻ നിർത്തനായി. ഇത് നല്ല സിനിമ ഞാൻ കഴിയില്ല. ഇത് ധർമ്മ അത്തരം ക്രൂര സിനിമകളിലേക്ക് പോകാതെ സമൂഹത്തിന്റെ ക്രൂരതയും ക്രിയാത്മകമായി കലാത്മകമായി ചെയ്ത് നിങ്ങൾക്ക് ആനന്ദിപ്പിക്കട്ടെ. ആനന്ദം എൻ്റെയും നമ്മുടെ വരും തലമുറയുടെയൊക്കെ മാറ്റത്തിന് കാരണമാകട്ടെ. അതിനുള്ള ശേഷിയും മറ്റു കരുത്തുകളൊക്കെ ധർമ്മയ്ക്കുണ്ടാകട്ടെ. അതിനുള്ള സാമ്പത്തികത്തെ തനിയുണ്ടാവും. കാരണം കർമ്മം ചെയ്താൽ ആ കർമ്മത്തോടൊപ്പം കൂടെ അതിൻ്റെ പാപമാണ്. കർമ്മം ചെയ്താൽ അതിനോട് ചേരുന്ന കുറച്ച് ആൾക്കാരാണ്, നിഷ്കളങ്കരായ കുറച്ച് ആൾക്കാർ, ഈ കലയെ സ്നേഹിക്കുന്നവരാണ്. അവരറിയാതെ തന്നെ ധർമ്മയ്ക്ക് പിന്തുണ ധനപരമായി അല്ലെങ്കിൽ കായികമായി മാനസികമായിട്ട് പിന്തുണ ആ പിന്തുണയായിട്ട് ധർമ്മയുടെ പ്രത്യേകിക്കുന്ന. കാരണം ഇന്ന് സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ലാത്ത കേസിലല്ല എല്ലാവരും. ഞാൻ സിനിമ പോകുന്നതിന് മുമ്പ് കാണാതെ പറഞ്ഞ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത്? സിനിമയുടെ മൊത്തം അർത്ഥമാണ്, അതിൻ്റെ സാഹിത്യമാണ്. ധർമ്മ നേരത്തെ ചെയ്തിരുന്ന സിനിമകളുടെ ഒരു തുടർച്ചയാണ് ഈ സിനിമ. സിനിമകളുടെ സാഹചര്യം എന്ന് പറയുന്നത്, ഇതൊരു പ്രൊപ്പാലിറ്റി എന്ന് പറയുന്നത് ധർമ്മം തന്നെയാണ്. ആ ധാർമ്മികതയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഉള്ളത്. അത് പലപ്പോഴും ഈ കലാപരം ഇല്ലാതായി പോകുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ പറയാൻ വയ്യാത്ത സ്ഥിതി മാറിക്കഴിഞ്ഞു. കാരണം അത്തരം സിനിമ
സിനിമകൾ നമ്മൾ കണ്ട് വരവേ കുറേ കൂടി മെച്ചപ്പെട്ട തരത്തിൽ അഥവാ കലാത്മകമായി കാര്യങ്ങളെ അവതരിപ്പിച്ച് തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമസ്കാരം. ഈ സിനിമ സാറ് പറഞ്ഞതല്ല, ഒന്നുകൂടി ഒന്ന് കാണണം. ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച സാധനം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ സിനിമ ഇട്ടപ്പം ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ 2 തവണ ഓട്ട സിനിമ യൂട്യൂബിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പത്തേനകത്ത് എനിക്ക് തോന്നുന്നു ആ LED വാളായതുകൊണ്ട് നമ്മൾ അറിയാതിരുന്നതാണ് എൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ എനിക്കൊന്നും ഇവിടുത്തെ ലാപ്പിലത് കറക്റ്റായിട്ട് കിട്ടാനോണ്ടായിരിക്കും സിനിമ കറക്റ്റായിട്ടല്ല നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പേര് പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം സിനിമ അതല്ല. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പോയി കാണുമ്പോൾ മനസ്സിലാവും. ആ സിനിമയിൽ ആദ്യത്തെ പറയുന്ന ആ ഡയലോഗ് തൊട്ടേ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുണ്ട്. ഒരു പ്രണയത്തിന് വീണ് അങ്ങനെ ഗർഭിണിയാവുന്ന ഒരു പെൺകുട്ടി അല്ലത്. നമ്മളിപ്പം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനെ ബാക്കി ആലോചിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അച്ഛൻ പറയും ഞാൻ തൊട്ടിയിട്ട് പിടിക്കുന്ന സ്വഭാവം ഉണ്ട്, ആകാശത്തോടെ പോകുന്ന പരിപാടിയാണ്. അത് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും വാർത്തകൾ വായിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പീഡനത്തിനൊക്കെ ഇരയാവുന്ന കുട്ടികൾ ചില സമയത്തൊക്കെ വാർത്തകൾ ഇങ്ങനെ നമ്മൾ കാണത്തില്ലേ, ഇത്രയും മാസപ്രായമായ കൊച്ചിനെ നശിപ്പിക്കാനായിട്ട് കോടതിയുടെ സമ്മതം കിട്ടിയിട്ടില്ല, കാരണം കൊച്ചിനും അമ്മയ്ക്കും അത് ആപത്തായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ആ കുട്ടികൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവും. അവരുടെ തെറ്റില്ലാതെ അവർ പ്രഗ്നന്റ് ആവുന്നു. ഒരു പ്രഗ്നൻസിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടില്ല, എങ്കിലും കാണുന്ന ആൾക്കാരില്ല, അല്ലെങ്കിൽ ഞാൻ നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ കാണുമ്പോൾ അവർ വയറൊക്കെ താങ്ങി പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ ഞാൻ നോക്കി നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ആ രീതികളിലൊക്കെ ഞാൻ ആലോചിക്കും, സാധാരണ ഒരു കുടുംബത്തിൽ ഒരാൾ പ്രസവിക്കുക അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കരുതലോ സാധനങ്ങളോ ഇങ്ങനെ പ്രഗ്നന്റ് ആവുന്നൊന്നും കിട്ടത്തില്ല. ആ കുട്ടി ഒരേ സമയം ഇതേ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ആ ഒരു ദിവസത്തെ ആ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പീഡനത്തിനിരയാകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഒരേ സമയം എങ്ങനെ തരണം ചെയ്യും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതാണ് ശരിക്കും ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ആലോചിച്ചത്. ഒന്നുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു കാര്യത്തില് ഇപ്പം ഞാൻ പ്രസവ സീനിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ സ്ഥാനം സത്യത്തിൽ നമ്മൾ 2 സിനിമ ചെയ്തപ്പോഴും ഇല്ലാത്തൊരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരവസ്ഥ, കല്യാണം കഴിച്ച് ഗർഭിണിയായി അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ സിനിമകളിലൂടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചുറ്റിനും കാണുന്ന അമ്മമാരിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ മോനുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞിപ്പം ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ കുഞ്ഞിന്റെ അരക്കത്തിന് നടക്കുന്ന രീതികൾ നോക്കും. ഞാൻ എനിക്കൊരു ഒരാഴ്ച ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരാഴ്ച തൊട്ടേ ഞാൻ അങ്ങനെ വീട്ടിൽ ഞാൻ അച്ഛനോട് പറയാ, ശ്രദ്ധിച്ചോ എവിടെയെങ്കിലും ഞാനായിട്ട് മാറുന്നുണ്ടോ എന്ന് പറയണം. കാര്യം ഒരു സിനിമ നമ്മളിലേക്ക് എത്തുമ്പോൾ നേരത്തെ സിനിമയുടെ പറഞ്ഞ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കാൻ കഴിയണം. നമ്മൾ അവരിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആ സിനിമ നമ്മളോട് കൺവേ ചെയ്യുന്ന വികാരം നമ്മളിലേക്ക് എത്തും. അതിപ്പോ സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം അത് ആ കഥാപാത്രം എത്രത്തോളം മനോഹരമാകുന്നു അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകുന്നത്. അത് ചില കഥാപാത്രങ്ങളോട് നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും. ഈ സീരിയലിലൊക്കെ ചില കഥാപാത്രം ചെയ്യുന്നവരൊക്കെ കുടുംബത്തിലൊക്കെ ആൾക്കാരെടുത്ത് അടിക്കുന്നത് അതുകൊണ്ടാണ്. ദുഷ്ട കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്നത് അവർ അത്രയും നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ്, അവരെ ജീവിക്കുന്നതോട് നമുക്ക് തോന്നും ചില കഥാപാത്രങ്ങൾ. ഞാനതുകൊണ്ട് അച്ഛനോട് ആകെ പറഞ്ഞൊരു കാര്യം, അച്ഛൻ ക്യാമറയുടെ നോക്കുമ്പോൾ അച്ഛൻ അവിടെ ചക്കിയെ കാണാൻ പാടില്ല. അവിടെ നിൽക്കുന്നത് ക്രൂരമായ ഒരു പീഡനത്തിനിരയായി ഗർഭധരിക്കേണ്ടി വന്ന നിസ്സഹായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പ്രായം, അതനുസരിച്ചുണ്ടാകുന്ന ശരീരത്തിന്റെ മാറ്റം, അതെല്ലാം അവരിൽ ഉണ്ടാവണം. ഒരു നിമിഷം പോലും അച്ഛനെ മോളെ കാണാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്തോട് പറയണം എന്ന് ഞാൻ പറയാം. ഞങ്ങൾ 2 പേരോട് മാത്രം ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സാധനം പറയണോ ഞാൻ പറയാൻ പറ്റില്ല. എനിക്ക് അറിയത്തില്ലല്ലോ ഇതിനാണോ ചെയ്യാനുള്ളത് അറിയത്തില്ല. എനിക്ക് അമ്മമാരുടെ തന്നെ ക്ഷമിക്കുക, അല്ലെങ്കിൽ ക്ഷമിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സിനിമ എടുക്കാൻ കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞതാണോ പറഞ്ഞാണ്, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാരണം എപ്പോഴോ പറഞ്ഞാണ്. കാര്യം സിനിമ അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഏത് തരം, അവരുടെ എഴുത്തായാലും വരയായാലും ഏതൊരു കലാസൃഷ്ടിയും സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്നതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എല്ലാ സമയത്തിലും തിന്മയോട്ട് പോകാനാണ് എനിക്ക് എപ്പോഴും ഒരു കൂടുതലൊരു ഇത് വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും നന്മകൾ കുറഞ്ഞു വരുന്ന ലോകത്താണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഒരു നിമിഷം ഒരാളെ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മളിങ്ങനെ മാറും എന്നുള്ള ചിന്ത നമ്മുടെ ഓരോ സിനിമ കഴിയുമ്പോഴും ഇവിടുന്ന് ഒരു മനുഷ്യന്റെയും മനസ്സിലുണ്ടായാൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആ സിനിമ വിജയിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഈ പറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ടോ വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല നമ്മുടെ സിനിമ ചെയ്യുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ആരെങ്കിലും ഒരാളിൽ ഒരു മാറ്റം, ആ മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ
വിജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത സിനിമ തന്നെയാണ് പറഞ്ഞത് 10-40 പേര് കുറയുന്നത് ഞങ്ങൾ അത്രയും പേരെ വെച്ചിട്ടൊക്കെ സിനിമ എടുക്കുന്നത് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് പേരെ നമ്മൾ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞത് അവരുടെ മുഖത്ത് വരുന്ന ഒരു ചിരി അതിൽ നമ്മൾ എനിക്ക് ഈ കോടാനക്കോടി സ്ഥാനം അതൊന്നും മതിയാവില്ല. ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരിതാണ്. കാരണം ചിലരൊക്കെ എന്നെ കൊണ്ട് പറ്റുപോയിട്ട് പറഞ്ഞിട്ടൊക്കെ വരുന്നവരായിരിക്കും ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട്. അതൊക്കെ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ്. ഒരുപാടൊന്നും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. ഈ സിനിമ നിങ്ങൾ ഒന്നും എന്നിട്ട് അങ്ങനെയുള്ള കാര്യം അതുപോലെ പറഞ്ഞിട്ട് 6 മണിയാകുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് യൂട്യൂബിൽ കണ്ടിട്ട് വേണം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. ഈ വേദിയിൽ എന്റെ ഏറ്റവും വലിയ സന്തോഷം മക്കളാണ്. സാധാരണ ഞാൻ സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ സിനിമയ്ക്കൊന്നും വരാൻ പറ്റാതിരിക്കുന്ന ആളാണ്. നിങ്ങളെ പോലെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ വന്നിട്ട് കുറെ നേരം കാണുന്നു അച്ഛൻ മുങ്ങിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞ് വന്നോണ്ടിരിക്കുക. അത് നിങ്ങളെ പോലെ എനിക്കും ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. എന്നാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനും ഇതുപോലെ ഒരു വിളിക്കുമ്പോൾ എല്ലാ തവണയും എല്ലാ മാസത്തെ പരിപാടി ആയതുകൊണ്ട് ഈ പറഞ്ഞ പലപ്പോഴും ഉള്ള സാധനങ്ങളെ കുഴപ്പമില്ല. എല്ലാ മാസവും ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ വെക്കുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം. വിലമറിക്കാൻ കഴിയാത്ത ഒരുപാട് സ്നേഹം. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ചിട്ടുള്ള 6 മുതൽ ഗർഭപാത്രം വരെയുള്ള 14 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. പല സിനിമകളും എൻ്റെ അധികം സുഹൃത്തുക്കൾ എൻ്റെ മുമ്പിലിരിക്കുന്ന കാണികൾ നിങ്ങൾ ഒരുപാട് പേർ കണ്ടിട്ടുണ്ട്. ചിലരെ കാണാനും ഇനിയുള്ളവരുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം ആ സിനിമ ഒരിക്കൽ കൂടി കാണണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അപ്പം ഓരോ പ്രാവശ്യവും നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്കും നിങ്ങളതിൻ്റെ പുതിയതായി കാണുമ്പോൾ സിനിമ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതിനകത്തൊരു യൂട്യൂബിലൊരു കമൻറ്റ് ഇടുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഫെബ്രുവരി മാസത്തെ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എല്ലാ മാസവും ഒരു ഹ്രസ്വചിത്രം വീതം ഉള്ളതിനാൽ ഞങ്ങൾക്ക് പുതിയ അഭിനേതാക്കളെ, അതായത് നേരത്തെ വലിയ അഭിനയ പരിചയമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ എന്നാൽ സമയമുള്ള അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായ നിങ്ങളുടെ സമയം കുറച്ചുകൂടി നമുക്ക് തരാൻ കഴിയുന്നവരായിട്ടുള്ള മുഴുവൻ പേരെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അങ്ങനെ താല്പര്യമുള്ളവരെല്ലാം 94 47 11 99 80 എന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ മാസവും സിനിമയുമായി ബന്ധപ്പെട്ട അഭിനയവുമായി ബന്ധപ്പെട്ട ശില്പശാലകൾ നടത്തി നിങ്ങൾ അഭിരുചിയുള്ളവരെ ഞങ്ങളുടെ സിനിമയിലേക്ക് അറ്റാച്ച് ചെയ്യും. അത് താമസിയാതെ നമ്മളെപ്പോൾ നിങ്ങളെ ഏത് സിനിമയിൽ അഭിനയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മുൻകൂർ പറയാൻ കഴിയുന്നില്ല. കഥാപാത്രങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ഈ നാട് കുണ്ടറനാട്ടിലുള്ള പരമാവധി ആൾക്കാർ ഞങ്ങളുടെ സിനിമയിലെ കഥാപാത്രങ്ങളായി വരണമെന്നാണ് എൻ്റെയും ചക്കിയുടെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവരല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഭിനയിക്കാനുള്ള താല്പര്യം വീണ്ടും പറയുന്നു 94 47 11 99 80 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.